തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റിനു, മനസ്സിലാക്കുന്നത് റോഡിൽ നിന്ന് പുറത്തേക്ക് ഈ ബസ് പോയി എന്നാണോ? എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആരോഗ്യനില? തിരുവനന്തപുരം കല്ലമ്പലത്തിന് സമീപമുള്ള നാവായിക്കുളം യദുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത്. തൃശൂർ സഹൃദ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിലേക്ക് പഠനാവശ്യത്തിന് എത്തിയതായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ബസ് അപകടത്തിൽ പെടുന്നത്. ഏകദേശം 5ഓളം വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ കൊല്ലം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതായും വിവരമുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. മറ്റൊരു വാഹനത്തിന് പെട്ടെന്ന് സൈഡ് നൽകുമ്പോൾ താഴേക്ക് മറിഞ്ഞു എന്നുള്ളതും വിവരമായി ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ബസ് വെട്ടിപ്പൊളിച്ചൊക്കെയാണ് വിദ്യാർത്ഥികളെ പുറത്തേക്ക് എടുത്തത്. ഏകദേശം 42 വിദ്യാർത്ഥികളും അധ്യാപകരും ഈ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. 5ഓളം വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ബൈപ്പാസിലൂടെ പോകുമ്പോൾ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് സർവീസ് റോഡിലേക്ക് ബസ് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ആ ദൃശ്യത്തിൽ നിന്നും അത് വ്യക്തമാണ്. എന്തായാലും 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറ്റാരുടെയും നില ഗുരുതരം അല്ല എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. റിനു, അതായത് ഉയരത്തിൽ നിന്ന് ബസ് താഴേക്ക് പതിച്ചു അല്ലേ? തീർച്ചയായും ഗോകുൽ. അതായത് മുകളിലൂടെ മേൽപ്പാലം വന്നിറങ്ങുന്ന മെയിൻ ദേശീയപാതയാണ്. ഈ ദേശീയപാതയിൽ നിന്നാണ് ഏകദേശം ഒരു 10 മീറ്ററോളം താഴ്ചയിൽ ഈ ബസ് മറിയുന്നത്. ഒരു വീടിന് സമീപത്തായി ആ വീട്ടിലെ കാർപോർച്ചിനോട് ചേർന്നാണ് ഈ ബസ് മറിയുന്നത്. സർവീസ് റോഡിൽ ബസ് മറിഞ്ഞു വീണതിന് ശേഷം അപ്പുറത്തെ വീടിന് സമീപത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ആ വീട്ടുകാർ ഇറങ്ങി കുട്ടികളുടെ നിലവിളി കേട്ട് ഇറങ്ങി നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി. ഒപ്പം ഫയർഫോഴ്സ് സംഘവും പോലീസും ഒക്കെ തന്നെ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. കുട്ടികളെ കൊല്ലം സ്വകാര്യ ആശുപത്രിയിലേക്കും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ വിദ്യാർത്ഥികളുടെ നില പരിശോധിക്കുകയാണെങ്കിൽ 5 പേരുടെ നില ഗുരുതരമായ പരുക്കാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഫയർഫോഴ്സ് സംഘവും പോലീസും ഒക്കെ തന്നെ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വകാര്യ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സാണ്. ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണം എന്നുള്ളതാണ് ഉറപ്പിക്കുന്ന നിഗമനം. പക്ഷേ മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത് ഒരു വാഹനത്തിന് പെട്ടെന്ന് സൈഡ് നൽകുമ്പോൾ വാഹനം വെട്ടിച്ച് ഓടിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴേക്കും ഇടത് വശത്തേക്ക് മറിയുകയായിരുന്നു എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ 5 കുട്ടികൾക്ക് പരിക്കുണ്ട്, ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി റിനു, കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ ആരോഗ്യനില അടക്കം. തൃശ്ശൂരിലെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ നാവായിക്കുളത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. അവർ സഞ്ചരിച്ച സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിയുകയായിരുന്നു. 5 കുട്ടികളുടെ പരുക്ക് ഗുരുതരം, മറ്റുള്ളവരുടെ പരുക്ക് സാരമുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ, ആരോഗ്യനില സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.